ആർ കെ സ്പിരിച്വൽ ആൻഡ് ഡിവോഷണൽ ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഒരു മനുഷ്യ ജന്മത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ആത്മാവിൻ്റെ ഏഴും തലവരെ നമ്മൾ പറഞ്ഞു. ഇങ്ങനെ പല കാര്യങ്ങളും ആത്മാവ് വിട്ടുപോകുമ്പോൾ സയൻസ് അവിടെ സത്യത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാണ്, ഇല്ലേ? അങ്ങനെ നമുക്ക് പറയാൻ ഇനിയും കണ്ടെത്താൻ കഴിയേണ്ട ഒരു വിഷയം എന്ന് പറയുന്നതാണ് ഈ ആത്മാവ് വിട്ടുപോയതിന് ശേഷം ആത്മാവ് എവിടെ ചെല്ലുന്നു എന്നും അത് ആത്മാവിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സിങ്ങും ഇതെല്ലാം മനസ്സിലാക്കുക. അതിനുവേണ്ടി നാസ എപ്പോഴും ശ്രമിക്കുന്നുണ്ട്. അവർക്ക് കണ്ടെത്താൻ കഴിയുമെന്നാണ് പറയുന്നത്. അവരുടെ കണക്കനുസരിച്ചിട്ട് 4 തലമുറയുടെ കണക്ക് മാത്രം എടുത്താൽ മതി. പഴയ തലമുറയുടെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ ജീനുകളെ പോസിറ്റീവ് ആക്കി വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് ചിരഞ്ജീവിയായി ജീവിക്കാൻ പറ്റുമെന്നാണ് അവരുടെ കണ്ടെത്തൽ. അതിനുവേണ്ടി ശ്രമങ്ങളാണ് അവർ കണ്ടെത്തുന്നത്. അല്ല, അപ്പൊ അങ്ങനെ പറയുമ്പോൾ ദൈവത്തിന്റെ മേലേക്ക് പോവുകയാണ്, ഈ പറഞ്ഞ കൺസെപ്റ്റ് മേലേക്ക് പോവുകയാണ്. അതിനെ കുറച്ചും കൂടെ ആഴത്തിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഭഗവാൻ കൊണ്ടുപോയിക്കുകയാണ് അവരെ. അതും ചെയ്യുന്നത് ഈശ്വരന്റെ സൃഷ്ടിയാണ്. അല്ല, അവിടെയാണ് ചോദ്യം. ഇപ്പോൾ AI വഴിക്കോ അല്ലെങ്കിൽ മറ്റൊരു സാധനത്തിൽ കൂടിയോ നമ്മൾ മറ്റൊരു യഥാവിധി അല്ലാതെ നമ്മൾ ടെസ്റ്റ് ട്യൂബ് പോലെയുള്ള ഒരു ജന്മം സയൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അവൻ്റെ വിധി എഴുതപ്പെടുന്ന ആരാണ്? വിധി എഴുതപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മവും ധർമ്മവും എന്ന് പറഞ്ഞൊരു സാധനമാണ്. നമ്മൾ പറയാം, ഒരു കുടുംബത്തിനകത്ത് അച്ഛൻ, അമ്മ, 2 മക്കൾ. അച്ഛൻ അച്ഛൻ്റെ കർമ്മവും ധർമ്മവും ചെയ്യണം, അമ്മ അമ്മയുടെ കർമ്മവും ധർമ്മം ചെയ്യണം. അത് കണ്ട് കുട്ടികൾ വളരുകയും കുട്ടികളും യഥാവിധി അവരുടെ കർമ്മവും ധർമ്മവും ചെയ്യണം. ഇതെല്ലാം ചെയ്യിക്കുന്നത് ഈശ്വരനാണ്. ഇപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബ് ശിശു, ഈ ടെസ്റ്റ് ട്യൂബ് ഉണ്ടാക്കുന്നവരാണ് ഒരു മനുഷ്യൻ. അതിന് ബാക്കിയുള്ള സയൻറ്റിഫിക്കായിട്ടുള്ള പ്രോസസ്സിങ്ങും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്ന ഡോക്ടർമാർ, അതാരാണ്? ഈശ്വരൻ്റെ സൃഷ്ടി. സർവ്വതും ഈശ്വരൻ തന്നെയാണ് ചെയ്യിക്കുന്നത്. ആദ്യം വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ എക്സ്റേ ആയിരുന്നു ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എന്തോ പെറ്റ് സ്കാൻ വരെ എത്തി. ശാസ്ത്രം ഡെവലപ്പ് ചെയ്ത്. പക്ഷെ പണ്ട് മനുഷ്യൻ 100 വർഷത്തിന് മുകളിൽ ജീവിച്ചിരിക്കും, അല്ലേ? ഒരു മരണം കേൾക്കണമെന്നുണ്ടെങ്കിൽ 100 വയസ്സിന് വേണം. ഇപ്പം എത്രയായി? ഇപ്പോൾ 30-20 നമ്മൾ 25 നമ്മൾ മരണം കേൾക്കുന്നു. അപ്പോൾ ശാസ്ത്രം ഇത്രയും അധികം ലോകത്തെത്തിയിട്ട് പോലും നമുക്ക് മരണമാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്, അല്ലേ? ഞാനെന്നുള്ള ആ ഒരു ഉൾഭയം അവനിലേക്ക് എത്തുന്നത് മരണത്തിനെ ഓർത്താം. അയ്യോ, എനിക്ക് പേടിയാണ്, മരിക്കാൻ പേടിയാണ്, എനിക്ക് ഇനി ഇന്ന ആഗ്രഹങ്ങൾ കിടക്കുന്നു എന്നുള്ളതാണ്. അത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അവനിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. അത് ആ ഒരു വികാരം അത് അവനിൽ പോകുമെന്ന് തോന്നുന്നില്ല. എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. ഇപ്പം കാക്ക എടുത്താലും, പൂച്ച എടുത്താലും, പട്ടി എടുത്താലും, പാമ്പെടുത്താലും എല്ലാം അവനവൻ്റെ സ്വയരക്ഷയ്ക്കില്ലേ? തീർച്ചയായും. പാമ്പിന് ഒരു മനുഷ്യനും കൊത്തിക്കൊള്ളണമെന്ന് ഒരു ആഗ്രഹമില്ല. അതിനെ ഉപദ്രവിക്കുമ്പോൾ മാത്രം അതിലൂടെ ചുമ്മാ നടന്നു പോയി അതൊന്നും ചെയ്യില്ല. പക്ഷേ അതിനൊരു ഇന്നർ ഹിയർ കപ്പാസിറ്റി ഉണ്ട്. ഇത്ര ഡിസ്റ്റൻസിൽ നിൽക്കുമ്പോഴേക്കും അവൻ്റെ എനിമിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് അപ്പം പൊത്തിയെടുക്കും. നമ്മുടെ ഈ മനുഷ്യ ജന്മത്തിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്തു പോകുന്നു, പല ഘട്ടങ്ങളിൽ. അവൻ്റെ ഈ ജന്മത്തിൽ ഈശ്വര വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണെങ്കിൽ അവൻ്റെ ഒരു ധർമ്മം എന്താണ്? അവൻ്റെ ഒരു ധർമ്മമില്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ധർമ്മം, കടമയല്ല, ധർമ്മം. അത് ഏത് രൂപത്തിലാണ് അവൻ ചെയ്യേണ്ടത്? അതിന് നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? നേരത്തെ പറഞ്ഞില്ലേ, തലവരാന്ന് പറഞ്ഞിട്ടില്ല. ആ തലവര ധർമ്മം കൂടെ നോക്കുകയാണെങ്കിൽ കണക്ട് ചെയ്യാം. അതായത് ഇപ്പം ഞാൻ ജനിച്ചു ഒരു കുടുംബത്തിൽ 5ാമത്തെ ആളെ ജനിച്ചു. ഇങ്ങനെ വളർന്നു ബിസിനസ്സുകാരനും കാര്യങ്ങളൊക്കെ. അതായിരുന്നു എൻ്റെ ധർമ്മം. ആർക്ക് വേണ്ടി? മറ്റുള്ളൂ. അതല്ല, ഞാൻ ചെയ്യേണ്ട ധർമ്മവും കർമ്മവും ഇതായിരുന്നു. അപ്പം മുൻപ് ഉണ്ടായിരുന്ന ഈ സമയത്ത് ഞാൻ ചെയ്തു കൂട്ടിയത് മുഴുവൻ നേടിയെടുത്ത് സർവ്വതും നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കാണ് എനിക്കിതിലേക്ക് എത്തിയത്. അങ്ങനെ ആഴത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിലൂടെ സഞ്ചരിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഇതിലേക്ക് എത്താൻ പറ്റുക. അല്ലാതെ നേരത്തെ ഇതിലെത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്നിലും ഭാവം വളരും, ഞാനാണ് ഇതെല്ലാം കണ്ടെത്തിയെന്നുള്ളത്. മറ്റേത് ഞാനെന്ന ഭാവം മുഴുവനും വെടിഞ്ഞതിന് ശേഷം. അതുപോലെ ഓരോ മനുഷ്യനും
അവൻ്റെ ഇന്ന കർമ്മമാണ്, ഇതാണ് ശരിയായ കർമ്മം, ഇതാണ് നിൻ്റെ ധർമ്മം, നീ ചെയ്യേണ്ടത് എന്നുള്ള ആ ബോധം അവൻ എത്തിച്ചു കൊടുക്കുന്നതിലേക്കൂടെ വേണ്ടിയിട്ടാണ് ഈ CSSR എന്നുള്ള സാധനം. അത് സാധാരണഗതിയിൽ ഇപ്പോൾ CSR ഉണ്ട്, സംഭവം ശരിയാണ്. പക്ഷേ അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് കിട്ടേണ്ട ഒരു സമയമില്ലേ, അവനൊരു പ്രായമില്ലേ. അത് നമ്മൾ പുറത്തുനിന്നാണോ കിട്ടേണ്ടത്, അത് വീടുകളിൽ നിന്നാണോ അത് കിട്ടേണ്ടത്? മാതാ പിതാ ഗുരു ദൈവം, ഇവിടെ നിന്നാണ് കിട്ടേണ്ടത്. ഇന്ന് അതെല്ലാം പോയി. പണ്ടത്തെ കുടുംബങ്ങളിൽ എപ്പോഴും ഒരു കാരണവരെന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടാവും, കറക്റ്റായിട്ട് ഗൈഡൻസ് കൊടുക്കും. ഇത്ര വയസ്സ് ഇന്ന ജോലി, അത് കഴിഞ്ഞ് ഇത്രാമത്തെ വയസ്സിൽ കല്യാണം കഴിപ്പിക്കുന്നു, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചായില്ലെങ്കിൽ തുറന്ന് ചോദിക്കും ഒരു കുഞ്ഞിക്കാലിൻ്റെ കാര്യം, കറക്റ്റ് ഗൈഡൻസ് പോകും. ഇപ്പോൾ അതൊന്നുമില്ലല്ലോ. ഇപ്പോൾ എല്ലാവരും ഫ്ലാറ്റും സംവിധാനങ്ങൾ, ബന്ധങ്ങൾക്ക് മൂല്യച്യുതി വന്നിരിക്കുന്നൊരു സമയമാണ്. പഴയ തലമുറ ഒരു തലമുറയൊക്കെ കഷ്ടിച്ച് പറയും, അല്ലെ 2 തലമുറ, അതിലപ്പുറത്തോട്ടൊന്നും പറയാൻ കപ്പാസിറ്റി ആർക്കും ഇല്ല. പക്ഷേ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഒരു വ്യക്തിയെ നമ്മുടെ ഒരു ഇന്ത്യയിലുള്ള നമ്മുടെ വിദ്യാഭ്യാസ നയമൊക്കെ വളരെ വലുതാണ്. വിദ്യാഭ്യാസം, നല്ല വിദ്യാഭ്യാസം തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ നമുക്ക് നല്ലൊരു വിദ്യാഭ്യാസ നയം ഉണ്ടെന്നാണ്. അപ്പോൾ ഈ വിദ്യാഭ്യാസ നയം അനുസരിച്ചിട്ട് ഒരു വ്യക്തിക്ക് കിട്ടേണ്ട ഒരു പക്വതയുണ്ട്, ഇല്ലേ? ഉണ്ടല്ലോ, ഒരു പക്വത. ഓരോ ഏജിലും ഒരു പക്വത ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പക്വതയിൽ നിന്നൊരു സംസ്കാരം ഉണ്ടാകുന്നു. പക്വതയും സംസ്കാരവും കൂടെ ചേരുമ്പോഴാണ് ഒരു വ്യക്തി അഥവാ വ്യക്തിത്വം ഒരുത്തനുണ്ടാകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സ്വാമി പറഞ്ഞ പോലെ മാതാ പിതാ ഗുരു ദൈവം, ഈ പക്വത നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടണ്ടേ? ഞാൻ നേരത്തെ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണ്. ഈ പക്വത നമുക്കുണ്ടാകണ്ടേ, അച്ഛനമ്മമാർക്കുണ്ടാകണ്ടേ? ഈശ്വര വിശ്വാസത്തിൽ കൂടെ നേടിയെടുക്കുന്ന ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു ചൈതന്യമുണ്ട്. ഒരാളെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് വെറുതെ പഠിച്ചത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്വാമി അതിൽ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാകും. അത് ഇന്നിപ്പോൾ ആ കാലഘട്ടം കൂടെയൊക്കെ എത്രയോ പാരൻസാണ് കുട്ടികൾ വഴിതെറ്റി പോകുന്നത്. അവരാരെങ്കിലും സംഭവം, ഭാര്യ ഭർത്താവിനെ പഴി പറയും, ഭർത്താവ് ഭാര്യയെ പഴി പറയും, നീയാണ് കാരണം കൊണ്ടാണ് ഇവ എങ്ങനെയാണ്. അപ്പോൾ തുടക്കം മുതലേ കുട്ടികൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള സ്നേഹം അത് ശരിയായ രീതിയിൽ കൊടുത്ത് അവരുടെ ആവശ്യങ്ങൾ, ശരിയായ രീതിയിലുള്ള ആവശ്യങ്ങൾ മനസ്സിലാക്കി അത് നിറവേറ്റി അവരെ ശരിയായ ദിശയിലൂടെ സഞ്ചരിപ്പിക്കുകയാണ് മാതാവിൻ്റെയും ഗുരുവിൻ്റെയൊക്കെ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ അതൊക്കെ പോയി. ഇപ്പോൾ ഇന്ന് കല്യാണം നടക്കുമ്പോഴേക്കും കുട്ടികളുടെ അടുത്തല്ലേ ചോദിക്കുന്നത് നിനക്ക് ആരെങ്കിലും ഇഷ്ടമാണ്, അവർ പറയുന്ന ആളല്ലേ നമ്മൾ കല്യാണം കഴിച്ചത്. അതിലേക്ക് പോയി, ആ കാലഘട്ടമൊക്കെ പോയി. അതിലേക്ക് ഇനി വരും തോന്നുന്നില്ല. ഇപ്പോൾ ക്ഷേത്രങ്ങളും ക്ഷേത്ര ആചാരങ്ങളും ഒക്കെ ഉണ്ട്, പല സ്ഥലങ്ങളിലുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന ഹിന്ദു വിശ്വാസം അനുസരിച്ചിട്ട് ക്ഷേത്ര ആചാര ലംഘനം, അത് എവിടെയാണ് ആ ലംഘനം ഉണ്ടാകുന്നത്? ഈ ക്ഷേത്രങ്ങൾ, ഇപ്പോൾ ഹൈന്ദവ ക്ഷേത്രത്തിൻ്റെ കാര്യം മാത്രം എടുത്താൽ ഓരോ ക്ഷേത്രങ്ങളും അത് നിർമ്മിച്ച് അതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് അവിടെ ഒരു ക്ഷേത്രത്തിൽ ഒരു പ്രതിഷ്ഠ ദേവൻ്റെയോ ദേവിയുടെയോ മറ്റു പ്രതിഷ്ഠ നടത്തും. ആ പ്രതിഷ്ഠ നടത്തുമ്പോഴേക്കും അവിടെ ഒരു തന്ത്രി ഉണ്ടാവും. അപ്പോൾ ഉണ്ടായിട്ട് ആ ക്ഷേത്രത്തിന് അവിടെ നടത്തുന്ന ആ പ്രതിഷ്ഠയുടേതായ ചില നിയമവലികളുണ്ടാവും. അത് ആ തന്ത്രിയാണ് പറയുന്നത്. ഈ ക്ഷേത്രത്തിൽ ഇന്ന രീതിയിൽ ചട്ടങ്ങളും പറ്റും. അതിന് വിരുദ്ധമായി പ്രവർത്തനം നടക്കുകയാണെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങൾക്ക് അനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം അത് ആ ക്ഷേത്രത്തിലെ നടത്തിപ്പുകാരാണ് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ക്ഷേത്രത്തിൽ ഒരൊറ്റ കാര്യമേ നമ്മൾ ആവശ്യപ്പെടാറുള്ളൂ. അശുദ്ധിയുള്ള സമയത്ത് മാത്രം സ്ത്രീകൾ 7 ദിവസം വരരുത്, 8ാമത്തെ സൂര്യോദയം വരാറ്. മുസ്ലിങ്ങൾ വരുന്നു, നിങ്ങൾക്ക് അമ്പലം തുറന്നിരിക്കുന്ന സമയത്ത് നിസ്കരിച്ചു, എനിക്കെന്ത് കുഴപ്പം? നീയും ഈശ്വരൻ്റെ സൃഷ്ടി, ഞാനും ഈശ്വരൻ്റെ സൃഷ്ടി, നമ്മളെ രണ്ടുപേരെയും സൃഷ്ടിച്ചിരിക്കുന്ന ഈശ്വരനാണ്. ഏത് മതസ്ഥർക്കും ഇവിടെ വരാം, പിന്നെ ഏത് മതസ്ഥർക്കും വരാം. ഇത് മാത്രം അശുദ്ധിയുള്ള സമയത്ത് വരാൻ പാടില്ല. വിശ്വാസം കൊണ്ട് നടക്കുന്നത് കൊണ്ട് അല്ല, അതൊരു സയൻസിൻ്റെ ഭാഗം. അതായത് അശുദ്ധി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മാത്രം കിട്ടിയിരിക്കുന്ന വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു സാധനം. പുരുഷന് അതില്ല. സ്ത്രീക്ക് അവരുടെ ഈ ശരീരം ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു പ്രോസസ്സാണ് 30 ദിവസത്തിനുള്ളിലേക്ക് 7 ദിവസത്തെ ആ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. ആ സമയത്ത് നെഗറ്റീവായിട്ടുള്ള ഒരു എനർജി ശരീരത്തിൽ നിന്നും പ്രസരിക്കപ്പെടാറുണ്ട്. ആ സമയത്ത് അവർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ നിന്ന് പാസ് ചെയ്യുന്ന പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാവുകയും ഈശ്വരനോ ഈശ്വരീയ ചൈതന്യത്തിനോ ആ ക്ഷേത്രത്തിനോ ഒന്നും സംഭവിക്കില്ല. പക്ഷെ ആ വ്യക്തിക്ക് ഭാവിയിൽ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും, മാനസിക സംഘർഷങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് അശുദ്ധിയുള്ള സമയത്ത് ക്ഷേത്ര ദർശനം നടത്താൻ പാടില്ല എന്ന് പറയുന്നത്. വേറെ ഒരു കുഴപ്പമില്ല.
ഇവിടെ ചെരുപ്പിട്ട് പിന്നെ ചെരുപ്പ് സ്വാഭാവികമായിട്ട് ഒരു മര്യാദയുടെ പുറത്ത് ചെരുപ്പിട്ട് അകത്ത് കയറും. എല്ലായിടത്തും പോകുന്നത് കൊണ്ടുള്ള വൃത്തിഹീനത ഒഴിവാക്കാം. ഇവിടെ കൊച്ചിന് ചോറ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരാറുണ്ട്. ഒരു കൊച്ചിന് ചോറ് കൊണ്ടുപോകാത്ത അത് നാപ്കിൻ വെച്ച് കെട്ടി വെച്ചുകൊണ്ട് വന്നു. ഞാൻ ചോദിച്ചപ്പം കുറച്ച് രാഷ്ട്രീയക്കാരും ഒക്കെ ഉണ്ടായിരുന്നു, അവരുടെ ഒരു കൊച്ചു മോളായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാ അത് എടുപ്പിക്കാൻ, അത് മാറ്റി കൊടുക്കാം, സാധാരണ ട്രഡീഷണൽ സിസ്റ്റം നാപ്കിനൊന്നും വയ്ക്കില്ല. അല്ല സ്വാമി, അത് കൊച്ചിൻ യൂറിനേറ്റ് ചെയ്താൽ പിന്നെ ക്ഷേത്രം അശുദ്ധിയായില്ലേ. ഞാൻ പറഞ്ഞു യൂറിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈശ്വരൻ നിങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ച് ഭഗവാൻ തന്നാണ് കുഞ്ഞ്. ഇന്ന ദിവസം 28 നടത്താൻ വേണ്ടി ഭഗവാൻ തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ സർവ്വശക്തനും സർവ്വജ്ഞാനിയും സർവ്വവ്യാപിയുമായ ഭഗവാന് ഈ കൊച്ചിന് ഇന്ന ദിവസം ഇവിടെ കൊണ്ടുവന്ന് നൂല് കെട്ടും എന്നുള്ള കാര്യം തീരുമാനിച്ചു. ചോറൂണും കൊടുക്കും, നൂല് കെട്ടും തീരുമാനിച്ചു. ആ സമയത്ത് കൊച്ച് സർവ്വജ്ഞാനിയായിട്ടുള്ള ഈശ്വരന് ആ കൊച്ച് ആ സമയത്ത് യൂറിനേറ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ള കാര്യം ഈശ്വരനറിയാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് പോസിറ്റീവായിട്ട് ഞാൻ എടുക്കുക, പുണ്യാഹമായി എടുക്കുക. അതങ്ങനെ ആയിക്കോട്ടെ, നിങ്ങൾ അതിനെ കൊച്ചിനെ പിന്നെ ഫ്രീ ആയിട്ട് വിടാൻ പോകും. അതുകൊണ്ട് ഇവിടെ അങ്ങനെയുള്ള ചട്ടങ്ങളൊന്നുമില്ല. നേരത്തെ സ്വാമി സംസാരിച്ച് വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് അതിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. ഈ ക്ഷേത്രവും വിശ്വാസങ്ങളും എല്ലാം കൊണ്ട് നടക്കുമ്പോൾ ഇതിൻ്റെ മോട്ടീവുണ്ട്. ഭക്തി രണ്ടാമതാണ് പലയിടത്തും കാണുന്നത്. ഇതിനകത്തൊരു പ്രോഫിറ്റ് മോട്ടീവ്, മണിയാണ് അതിനകത്തുള്ള വിഷയം. അതിനെ എങ്ങനെ വിലയിരുത്തുന്നു? അങ്ങനെ അത് മാത്രം അതിങ്ങനെ കൊണ്ട് നടക്കുന്ന പല മതസ്ഥരിലും ഉണ്ടത്, നമ്മളിലും ഉണ്ട്. അതിനെങ്ങനെ സ്വാമി എങ്ങനെ അതിനെ വിലയിരുത്തുന്നത്? എങ്ങനെ ഒരു ബിസിനസ്സുകാരനായിട്ട് വർഷങ്ങളോളം നിന്നിട്ട് ആത്മീയപാതയിൽ ഒരു ക്ഷേത്ര സമുച്ചയത്തിൻ്റെ കീഴിലേക്ക് വന്നപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ബിസിനസ്സുകാരൻ എന്ന് പറയുമ്പം അവൻ്റെ മോട്ടീവ് എന്താണ്? അവൻ 10 രൂപ മുടക്കിയാൽ അതിനകത്ത് 100 200 ആക്കിയെടുക്കാൻ പറ്റുമെന്നുള്ള ഒറ്റ ലക്ഷ്യമാണ്. കണ്ണിച്ചോരയില്ലാത്ത പ്രവൃത്തി. ഞാൻ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, അവന് പ്രോഫിറ്റ് അത് മാത്രം കിട്ടണം. അപ്പം ആ ഒരു മെൻറ്റാലിറ്റി ഉള്ളൊരു വ്യക്തി ഇതിലേക്ക് പെട്ടു. ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ശക്തി അരൂപിയായി നിന്ന് നമ്മളെ ഗൈഡ് ചെയ്തപ്പം ആദ്യം പഠിപ്പിച്ച പാഠങ്ങളിൽ ഒരു പാഠമാണ് കർമ്മം നീ ചെയ്യും, ഫലം ഞാൻ തരാം, ഫലം ഇച്ഛിക്കാൻ പാടില്ല എന്നോ. ഫലം ഇച്ഛിച്ച് ഞാൻ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പം നടക്കാൻ വയ്യാത്ത ഒരാളെ കൊണ്ടുവന്ന് ഇവിടെ നടത്തിച്ചു കഴിഞ്ഞിട്ട് 50,000 1 ലക്ഷം തരുന്നു. അല്ലെങ്കിൽ അയാൾക്ക് കുറച്ച് സുഖം പ്രാപിച്ചതിന് ശേഷം അത് ഇത്ര കോഴ്സായിട്ട് സ്റ്റേജായിട്ട് ഞാൻ പറയുന്നത് സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 ഓരോ സ്റ്റേജിനും ഇത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ എനിക്ക് സമ്പാദിക്കും. അപ്പം ഇവിടെ ഞാൻ ഈ വെച്ചിരിക്കുന്നത് ഭിക്ഷ എടുക്കുക എന്നുള്ളതാണ്. ഭിക്ഷ ഓർത്ത് വിളിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ആൾക്കാർ ഇടുന്ന പൈസയും പിന്നെ ചില പൂജാവിധികൾക്കുള്ള പൈസയും വാങ്ങും. ബാക്കി അതിൽ നിന്നും പോലും ഇവിടെയുള്ള ഈ പരിസര പ്രദേശത്തും മറ്റ് വേണ്ടപ്പെട്ടവർക്കൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഞാനതാണ് ചോദിക്കാവുന്നത്. ഇവിടെ നിന്ന് അത്തരത്തിലുള്ള സഹായങ്ങൾ കൊടുക്കുക, അതങ്ങനെ അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ഒരു ധർമ്മം എന്ന് പറയുന്നതുണ്ടല്ലോ, അത് മനുഷ്യനിലെ വിദ്യാഭ്യാസപരമായിട്ടും അല്ലാതെ ഉള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ ഈ വാർഡിൻ്റെ മണ്ഡലത്തിൻ്റെ MLA അദ്ദേഹത്തിന് അറിയാവുന്നതാണ്. അദ്ദേഹം തന്നെയാണ് മിക്കവാറും എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കാറുള്ളത്. എല്ലാം ചെയ്യാറുണ്ട്, എല്ലാ വർഷവും ചെയ്യാറുണ്ട്, കൃത്യമായി മുടങ്ങാതെ ചെയ്തു കൊടുക്കാറുണ്ട്. കുട്ടികൾക്ക് പാവപ്പെട്ട കുട്ടികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ സഹായം ചെയ്യുന്നത്. സ്വാമി, ഇപ്പോൾ കുറച്ച് നാളായിട്ട് ക്ഷേത്രവും ഇതുമായിട്ട് നടക്കുക, ഇത് ക്ഷേത്രം നടത്തിക്കൊണ്ട് പോകുന്നത് ഭഗവാനുമായിട്ടുള്ള അടുപ്പം വളരെ വലുതാണ്. ഈ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത തോന്നിയിട്ടുണ്ട്? ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു മൂന്നാമതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ഷേത്രം മറ്റുള്ള ഏതെങ്കിലും ക്ഷേത്രം പോലെ ഒരു ക്ഷേത്രം. പക്ഷേ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും ആ ക്ഷേത്രത്തിലും ഈ ക്ഷേത്രത്തിലും ഈശ്വരന് രൂപമില്ല. അവിടെ ഏതെങ്കിലും ഒരു വിഗ്രഹത്തിൻ്റെ രൂപത്തിൽ മാത്രം, ദേവൻ്റെയോ ദേവിയുടെയോ മറ്റേതെങ്കിലും രൂപത്തിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് ചലിക്കില്ല, ഇങ്ങനെ നിശ്ചലമായിരിക്കും. അങ്ങേക്ക് ഒരു രൂപമുണ്ട്, എനിക്കും ഒരു രൂപമുണ്ട്. അപ്പം എന്തിനു ക്ഷേത്രത്തിൽ പോകണം, ക്ഷേത്രത്തിൽ പോകേണ്ട ആവശ്യം എന്താണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പം ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഒന്ന് മാത്രമേ ഉള്ളൂ. ഈശ്വരൻ ഉണ്ട് എന്ന പച്ചപ്പരമമായ സത്യം, പൊരുൾ, സയൻസ്, ജാതി മത ഭേദമന്യേ, പണ്ഡിത പാമര, ധനിക ദരിദ്ര അങ്ങനെയുള്ള യാതൊരു വ്യത്യാസങ്ങളുമില്ലാതെ
സർവ ആൾക്കാരിലേക്കും ഇവിടെ എത്തിച്ചേരുന്ന ഓരോ ആൾക്കാരിലേക്കും ഈശ്വരൻ ഉണ്ട് എന്നുള്ള ആ ബോധം പരിപൂർണമായി എത്തിച്ചു കൊടുക്കുന്ന ഒരു കർമ്മവും ധർമ്മവുമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളോട് ഇത്രയും നേരം ഇരിക്കാൻ പറ്റിയത് ഞങ്ങൾക്ക് വളരെ ഭാഗ്യമാണ്. ക്ഷേത്രത്തെക്കുറിച്ച് നമ്മുടെ ഭക്തർക്കും വ്യൂവേഴ്സിനൊക്കെ അറിയാൻ പറ്റിയതിലും വളരെ സന്തോഷം. ഞങ്ങളോടൊപ്പം ഇത്രയും നേരം ഇരുന്നതിന് അങ്ങേക്ക് നന്ദി പറയുന്നു നിങ്ങളുടെ ചാനലിന് വേണ്ടിയിട്ട്. ഈ ചാനലിൻ്റെ വേണ്ടി പ്രവർത്തിക്കുന്നവർക്കും ഇതിലെ ഓരോ വ്യൂവേഴ്സിനും ശാന്തിയും സമാധാനവും ആത്മവിശ്വാസവും ആത്മസന്തോഷവും ആത്മധൈര്യവും മാനസികവും ശാരീരികവുമായ സുഖവും സന്തോഷവും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓം ശ്രീ ബാലവിഘ്നേശ്വര മഹാഗണപതേ നമഃ.